കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ കോടോത്തെ അംഗൻവാടിയും സ്മാർട്ടാകുന്നു. ഇതിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന് ശനിയാഴ്ച രാവിലെ മണ്ഡലം എം.എൽ.എ. ഇ. ചന്ദ്രശേഖരൻ തറക്കല്ലിട്ടു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കീർത്തികേട്ട കോടോത്തുനാടിന്റെ മറ്റൊരാഗ്രഹത്തിനു കൂടി സാക്ഷാത്കാരം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടുത്തെ അംഗൻവാടിയും ആധുനീകരിക്കുന്നത്. കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ് പ്രദേശമാണിത്. കാസർഗോഡ് വികസന പാക്കേജിൽ നിന്നും അനുവദിച്ച 35 ലക്ഷം രൂപ ചെലവിലാണ് സ്മാർട്ട് അംഗൻവാടിക്ക് ആവശ്യമായ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിന്റെ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് ശനിയാഴ്ച രാവിലെ മണ്ഡലം എം.എൽ.എ. ഇ. ചന്ദ്രശേഖരൻ തറക്കല്ലിട്ടത്. പഴയ കാലമല്ല, പ്രത്യേകിച്ച് മുതിർന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിക്കാൻ പ്രയാസമുണ്ടെങ്കിലും കുട്ടികളുടെ കാര്യങ്ങൾ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അത് തന്നെയാണ് വേണ്ടത്. പണ്ടില്ലാതിരുന്നതും അതാണ്. അന്ന് ഇല്ലാതിരുന്നതിന് ആരെയും അന്നത്തെ തലമുറയെ, മുതിർന്ന തലമുറയെ കുറ്റം പറയാൻ കഴിയില്ല. അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ അതൊക്കെയായിരുന്നു. അതിൽ നിന്നൊക്കെ മാറിയ ഒരു പുതിയ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മളെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചടങ്ങിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ പി. ശ്രീജ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷിനോജ് ചാക്കോ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി. വി. ശ്രീലത, പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ്. എൻ. ജയശ്രീ, പഞ്ചായത്ത് അംഗങ്ങളായ ഇ. ബാലകൃഷ്ണൻ, പി. കുഞ്ഞികൃഷ്ണൻ, സൂര്യഗോപാലൻ, ICDS സൂപ്പർവൈസർ ജയന്തി, ആസൂത്രണ സമിതി അംഗം ടി. കോരൻ, പൊതുപ്രവർത്തകൻ പി. ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. വാർഡ് കൺവീനർ ടി. കെ. നാരായണൻ സ്വാഗതം പറഞ്ഞു. പഴയ കെട്ടിടം പൊളിച്ചു നീക്കി ഇതേ സ്ഥലത്താണ് പുതിയ കെട്ടിടം പണിയുന്നത്. ഇതിനു മുമ്പായി തന്നെ കുട്ടികളുടെ പഠനം താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു. ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല. എത്രയും വേഗത്തിൽ കെട്ടിടം പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാക്കി സ്മാർട്ട് അംഗൻവാടി നാടിന് സമർപ്പിക്കാനുള്ള ആഗ്രഹത്തിലും പരിശ്രമത്തിലുമാണ് നിർവഹണ ഏജൻസിയും അതോടൊപ്പം തന്നെ അധികാരികളും. ന്യൂസ് ബ്യൂറോ, രാജപുരം.